തന്റെ വീട്ടിലുള്ളവരെ പേടിച്ചിട്ടുണ്ടാവും തന്നെ കാണാത്തപ്പോ. താൻ പേടിക്കണ്ട, തന്നെ എന്തായാലും ഞാൻ പറഞ്ഞു വിടും. ജസ്റ്റ് വെയിറ്റ്. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ പേടിച്ചിട്ടുണ്ടാവും, അത് ഷുവറാ. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മതി എന്നെ പറഞ്ഞുവിട്. പറഞ്ഞു വിടാനോ? ചേച്ചി എന്നാത്തിനാ ഇത്ര വലിയ വാക്കൊക്കെ കൊടുക്കുന്നേ? ഇവനെ ഞാൻ പറഞ്ഞു വിടാൻ പോവോ? അതവന്റെ വീട്ടിലേക്കല്ല, അങ്ങ് പരലോകത്തേക്ക്. ആബേൽ പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. അതുപോലെ തന്നെ ലയ ഒന്നും ചെയ്യരുത്. അവള് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന കുട്ടിയല്ല. അവൾ അറിയാതെ എന്തോ ചെയ്ത് അവൾ അതിന് പക്ഷാതാപിക്കുകയും ചെയ്യുന്നുണ്ട്. പ്ലീസ്. അവളും അവളുടെ തന്തിയും അവളുടെ സിസ്റ്ററും ഒക്കെ അറിയാതെ തെറ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ലേ? എന്നാൽ ഞാനും അറിയാതെ തെറ്റ് ചെയ്തേക്കാം. സോ ഇറ്റ്സ് എ ടൈം ഫോർ ഗുഡ് ബൈ. അവളെ എനിക്കൊന്ന് കരയിപ്പിക്കണം. ആബേൽ, നീ എന്താ ഈ പറയുന്നേ? ഇവിടെ നിന്ന് പോ. നീ ഇപ്പൊ നോർമൽ അല്ല, നിന്റെ ബോഡി മുഴുവൻ ഡ്രഗ്സ് ആണ്. എന്റെ ബോഡി മുഴുവൻ ഡ്രഗ്സ് അല്ല, പകയാണ്, അടങ്ങാത്ത പക. ആബേൽ പ്ലീസ് നോ. ഐം സോറി ചേച്ചി. ചേച്ചി ഇതിന് തടസ്സം പറഞ്ഞിട്ട് ഞാൻ കേൾക്കാൻ പോകുന്നില്ല. ഇവനെ കൊല്ലുമ്പോ ആ ലയ നെഞ്ച് പൊട്ടി കരയും. അവൾ അവളുടെ അരിയത്തിയെ മനസ്സറിഞ്ഞ് ശപിക്കും. എന്തിനാന്നോ? ഇവനെയും അവളെയും ഇതിലേക്ക് വലിച്ചിട്ടതിന്. അവളുടെ കണ്ണീരെനിക്ക് കാണണം. ആനു കരയുന്നത് എനിക്ക് കാണണം. ആബേൽ, ഞാൻ പറയുന്നത് 2 മിനിറ്റ് കേക്ക്. നീ ഇപ്പൊ ചെയ്യുന്നത് ഏറ്റവും വലിയ അബദ്ധമായിരിക്കും. സൂര്യ പിന്നെ നിനക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. പ്ലീസ് പറയുന്നത് മനസ്സിലാക്ക്. അല്ലെങ്കിലും എനിക്കവനെ കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ ചേച്ചിന്റെ 7 വർഷത്തെ ട്രീറ്റ്മെന്റിന് അവൻ റെസ്പോണ്ട് ചെയ്തേനെ. ആബേൽ പ്ലീസ്, എനിക്ക് ഒരാഴ്ച കൂടി സമയം താ. ഞാൻ സൂര്യ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അതിലുള്ള ഏക മാർഗമാണല്ലയ. പിന്നെ ഇയാളെ കൊന്നിട്ട് എന്ത് കിട്ടാനാ? അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം പിന്നെ എന്താ? അവരും ഒന്നും അറിയാത്ത നമ്മളുടെ അമ്മയെ കൊന്നില്ലേ? അതുപോലെ തന്നെ ആവില്ലേ ഇയാളെ കൊന്നാല്? ചേച്ചി ഇത്രക്ക് വാശി പിടിച്ചതൊന്നുകൊണ്ട് മാത്രം ഞാൻ ഒരാഴ്ച കൂടി സമയം തരാം. എന്നിട്ടും എന്റെ സൂര്യ വന്നിട്ടില്ലെങ്കിൽ ഞാൻ തീർത്തിരിക്കും അനുവിനെയും. അനുവിനെ എനിക്ക് കൊല്ലാൻ പറ്റില്ല എന്ന് ചേച്ചിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. ബട്ട് ഞാൻ ചെയ്തിരിക്കും. അവൾ എന്നെ അത്രത്തോളം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് സമ്മതമാണ് ആബേൽ, നീ അനുവിനെ കൊന്നു. ബട്ട് 7 വർഷം എനിക്ക് നീ സമയം തന്നില്ലേ? ഇനി ഒരാഴ്ചത്തെ സമയം കൂടിയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പ്ലീസ്. ഓക്കെ, ഐ അഗ്രി വിത്ത് യു. എന്നാ ഞാൻ പുറത്തൊരാളെ മഴയത്ത് നിർത്തിയിട്ടുണ്ട്. അവളെ അകത്തേക്ക് കയറ്റട്ടെ. ഇല്ലെങ്കിൽ മഴ നനഞ്ഞ് പനി പിടിച്ച അവളെ ചത്തുപോയാൽ എനിക്ക് കൊല്ലാൻ പറ്റത്തില്ല. താൻ പേടിക്കണ്ട, തന്റെ ജീവന് ഒരിക്കലും ഞാൻ നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല. ഞാൻ കാരണം താനും കൂടി പെട്ടുപോയതല്ലേ ഇതില്. അവൻ ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ല. ഡോക്ടർക്ക് അത്ര കോൺഫിഡൻസ് ആണോ സൂര്യ തിരിച്ചു വരുമെന്നുള്ളത്? ഇനി അഥവാ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ആബേല് അനുവിനെയും ലയയെയും. അതെന്റെ വിശ്വാസമാണ്. തനിക്ക് വേണമെങ്കിൽ ഓവർ കോൺഫിഡൻസ് എന്ന് പറയാം. പക്ഷേ എന്റെ അനുവിന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ആബേലിന് ഒരിക്കലും അനുവിനെ കൊല്ലാൻ പറ്റത്തില്ല. അവളെന്ന് പറഞ്ഞ അവന് ജീവൻ. പക്ഷെ എന്റെ ലയയുടെ കാര്യം അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എന്റെ ആബേൽ ഇപ്പോൾ നോർമൽ അല്ല, അവന്റെ ബോഡി മൊത്തം ഡ്രഗ്സ് ആണ്. ഹലോ ഡോക്ടർ അനു മാധവ്, ഹൗ വാസ് എക്സ്പീരിയൻസ് ഇൻ റൈൻ? ആബേൽ, നീ എന്റെ ചേച്ചിയെയും ഗൗതത്തെയും എന്തെങ്കിലും ചെയ്തോ? ഡോക്ടർ അനു മാധവ്, എന്റെ ചേച്ചി ഗൗതത്തെ കൊല്ലാൻ സമ്മതിച്ചില്ല. എന്റെ ചേച്ചിക്ക് 1 വീക്ക് കൂടി ടൈം വേണമെന്ന്. അപ്പോൾ ഞാനതങ്ങ് അനുവദിച്ചു കൊടുത്തു. പിന്നെ തന്റെ ചേച്ചി ലയ, അവൾ ആ പാട്രിക്കിന്റെ റൂമിലുണ്ട്. താൻ ഈ സിംഹവും മാനും അങ്ങനെയുള്ള കഥ കേട്ടിട്ടുണ്ടോ? ഒരു സിംഹത്തിന്റെ മുന്നിലകപ്പെട്ട മാനിന്റെ കഥ. അതിന്റെ ഹ്യൂമൻ വേർഷൻ ഇപ്പോൾ അവിടെ നടക്കാൻ പോവാ. സോ പ്ലീസ് വെയിറ്റ്. എന്റെ ചേച്ചി പാട്രിക്, നോ, ഞാനിതിന് സമ്മതിക്കില്ല. അതെങ്ങനെയാ ഡോക്ടർ അനുമാത? എന്റെ സൂര്യയെ നീക്ക കൂടി കളഞ്ഞു. പിന്നെ എന്റെ പാട്രിക്കിന് വേണ്ടത് അവളുടെ ശരീരമാണെങ്കിൽ ഞാനത് കൊടുക്കണ്ടേ? ചേച്ചി, പ്ലീസ് എന്നെ തുറന്നു വിട. പ്ലീസ് എന്റെ ചേച്ചി.
ആ ഒന്നാടങ്ങന്റെ ഡോക്ടർ, എന്റെ പാട്രിക്കിന്റെ കൊതി തീരുവോളം തന്റെ ചേച്ചി അവന്റെ ചൂടും തട്ടി അവിടെ തന്നെ കിടന്നോട്ടെ. നീ ഇവിടെയും. പിന്നെ നിനക്കാകെയുള്ള ഒരു ഗുണം തന്റെ ചേച്ചിയുടെ നിലവിളി ഇതാ ഇവിടെ ഇങ്ങനെ ലൈവായിരുന്നു കേൾക്കാം. ഞാൻ കാരണം എന്റെ ചേച്ചി ദൈവമേ. ഈ അതരങ്ങൾ മാത്രം നുകർന്ന ഞാൻ ഇന്ന് മുഴുവനായിട്ട് എടുക്കാൻ പോകുകയല്ലയോ. സോ ഐ കാൺ വെയിറ്റ് എനിമോർ. ഐ ആം റിയലി സോറി. അതിന് ഞാൻ റെഡിയാണ് പാട്രിക്, പക്ഷേ എന്റെ സൂര്യയോടൊപ്പം മാത്രം. ഓ, ഇവളെ കൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. യു ബിലോങ്സ് ടു മീ. ലയ ബിലോങ്സ് ടു പാട്രിക്. നോ, നെവർ. ലയ, സൂര്യ എന്നുള്ള വാക്കിന് മിണ്ടിപ്പോകരുത്. നീയായിട്ട് എനിക്ക് നിന്നെ തന്ന നിനക്കധികം പരിക്ക് പറ്റില്ല. അല്ലാത്ത പക്ഷം നീ വേദനിക്കില്ലയാ. പാട്രിക്, നീ എന്താ ചെയ്യാൻ പോകുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? നീ ഒട്ടും നോർമൽ അല്ല പാട്രിക്. നീ പറയുന്നതിലും കാര്യമുണ്ട് ലയ. ഞാനൊക്കെ നോർമൽ അല്ല ഇപ്പോ. നിന്നെ ഇങ്ങനെ അടുത്ത് കാണുമ്പോ ഒട്ടും നോർമൽ അല്ല. ലയ, ആബേലിന് ഡ്രഗ്സിനോടാണ് അഡിക്ഷൻ തോന്നിയത്. ബട്ട് യു ആർ മൈ അഡിക്ഷൻ. കം ലയ, ഐ കാൺ വെയിറ്റ് എനിമോർ. പ്ലീസ് പാട്രിക്, എന്നെ വെറുതെ വിട് പ്ലീസ്. ഓ ഗോഡ്, വിടാനോ നിന്നെയോ? നെവർ. ഓലയ, തന്റെ ലിപ്പിനെ ഇത്ര ടേസ്റ്റ് ആണെങ്കിൽ ബാക്കി എങ്ങനെയായിരിക്കും? പാട്രിക്, വേണ്ട പാട്രിക്. പാട്രിക് പ്ലീസ്, പാട്രിക്. പാട്രിക് പ്ലീസ്, വേണ്ട പ്ലീസ്. ഞാൻ പറയുന്ന കേക്ക് പാട്രിക്. പ്ലീസ് ഒന്നും ചെയ്യല്ലേ പ്ലീസ്. വെറുതെ കിടന്ന് അലറി വിളിച്ച് ഉള്ള എനർജി കളയാതലയാ. പാട്രിക്, are you there? ഈ വാതിലും തുറന്നേ പ്ലീസ് പാട്രിക്, പ്ലീസ്. ഓ ഷിറ്റ്, ആരാ ഈ നേരത്ത്? ഇവിടെ നിന്ന് ഓടിപ്പോകാൻ നോക്കണ്ടല്ലയാ. ഞാൻ വരുന്നുണ്ട്. ആൻഡ് ഐ വിൽ ടേക്ക് യു. ഡോണ്ട് ഗോ. ആരിത്? ചേച്ചിയോ? എന്താ മാറ്റർ? ഈ സമയത്ത് ഒന്ന് ഡിസ്റ്റർബ് ചെയ്തെന്ന് ഞാൻ ചേച്ചിയോട് പ്രത്യേകം പറഞ്ഞു തരുന്നു. പാട്രിക്, നീ വേണമെങ്കിൽ അവളെ ഇഷ്ടമുള്ളത് ചെയ്തു. ബട്ട് എനിക്ക് 2 മിനിറ്റ് അവളോട് സംസാരിക്കണം പ്ലീസ്. ഇതെന്റെ റിക്വസ്റ്റ് ആയിക്കോട്ടെ. നടക്കില്ല. ഒരിക്കൽ ചേച്ചി അവളെ എന്നിൽ നിന്ന് രക്ഷിക്കാൻ നോക്കിയതാ. ബട്ട് ഇന്ന് എനിക്ക് അവളെ രുചിക്കണം. ഐ വാണ്ട് ഹർ. അതെനിക്ക് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പാട്രിക്, ഞാൻ നിന്റെ ചേച്ചിയാ. ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാ മതി. നീ 2 മിനിറ്റ് മാറിത്താ. എനിക്ക് കുറച്ച് അവളോട് സംസാരിക്കണം. എന്നിട്ട് നീ എന്താന്ന് വേണമെങ്കിൽ ചെയ്തോ. എനിക്ക് പറയാനുള്ളത് അവളോട് പറയണം. ഓക്കെ, ചേച്ചിക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ സംസാരിച്ചോ. പിന്നെ രക്ഷിക്കാൻ നോക്കണ്ട. അവൾ ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. ചേച്ചി ഡോണ്ട് വറി, ഞാൻ വരുന്നുണ്ട് ചേച്ചി. അതെ, ഒരാള് കൊള്ളാലോ. ആബേൽ ഇത്തിരി ഡ്രഗ്സ് യൂസ് ചെയ്തെന്ന് കരുതി തന്നെ മറക്കാനൊന്നും പോകുന്നില്ല. താൻ ഒരിക്കലും അവളെ രക്ഷിക്കാൻ പോകുന്നില്ല. വാ എന്റെ കൂടെ, നമുക്ക് ഒരുമിച്ചിരുന്ന് അവളുടെ കരച്ചിൽ കേൾക്കാം. ഇന്ന് നീയും നിന്റെ അച്ഛനും ചെയ്ത തെറ്റിന് പകരം നിന്റെ ചേച്ചി അനുഭവിക്കാൻ പോവാ.
വേണ്ട അബേ, അവളിതൊന്നും അറിഞ്ഞിട്ടില്ല. അബേ പ്ലീസ്. അതെങ്ങനെയാ ഡോക്ടർ സാറേ? നീ പോയി ചേച്ചിയെ രക്ഷിച്ച അവളുടെ കരച്ചിലെങ്ങനെ നിനക്ക് ഇവിടുന്ന് ലൈവായി കേൾക്കാൻ പറ്റും? നീ എങ്ങോട്ടും പോകുന്നില്ല കേട്ടോ. വാടി ഇവിടെ, നീ എങ്ങോട്ടും പോകുന്നില്ല. നീ എന്റെ കൂടെ ഇവിടെ ഇരിക്കും കേട്ടോടി. എന്റെ പാട്രിക്കിന്റെ അടിയിൽപ്പെട്ട് നിന്റെ ചേച്ചി കരയുന്ന ശബ്ദം നീ ഇവിടെ ലൈവായിരുന്നു കേൾക്കും. ഒപ്പം ഞാനും. ലയ ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ളത് ഉറപ്പാണോ? ലയ, ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞത് പാട്രിക്കിൽ നിന്നൊരു രക്ഷ അതത്ര എളുപ്പമല്ല എന്ന്. ഓക്കെ ഡോക്ടർ, ഐ ആക്സെപ്റ്റഡ് ദാറ്റ്. ബട്ട് എൻ്റെ ചോദ്യത്തിനൊരു മറുപടി തരാൻ പറ്റുമോ? എൻ്റെ ശരീരമല്ലേ പാട്രിക്കിന് വേണ്ടത്. അത് ഞാനവന് നൽകിയ അവൻ തിരിച്ചു പോകുമോ? എൻ്റെ സൂര്യ തിരിച്ചു തരുമോ? അങ്ങനെയെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്. നിന്റെ ഈ ചോദ്യത്തിന് മറുപടി നൽകാൻ വേണ്ടിയാണ് അവനോട് 2 മിനിറ്റ് ചോദിച്ച് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നീ എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളതിന് എനിക്ക് മറുപടി തരാൻ പറ്റില്ല. പക്ഷേ നീ രക്ഷപ്പെടണം. പാട്രിക് എന്ന അവൻ്റെ ക്യാരക്ടറിന് നീ സ്വന്തമായി എന്ന് ഉറപ്പ് വന്നാൽ പിന്നെ അവൻ ഒരിക്കലും തിരിച്ചു പോകില്ല. പിന്നെ സൂര്യയുടെ തിരിച്ചു വരവ് അത് ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഒരാഴ്ച കൂടി എനിക്ക് സമയമുള്ളൂ. അതിന് മുന്നേ എൻ്റെ സൂര്യ വന്നില്ലെങ്കിൽ രക്ഷപ്പെടണമെന്നോ? പക്ഷെ എങ്ങനെ? ഈ അടച്ചിട്ട മുറിയിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണ്? ഐ എം സോറി ലയ, എനിക്കിതിന് മറുപടി തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. നീ എങ്ങനെയെങ്കിലും പുറത്ത് കിടക്ക്. പുറത്ത് എൻ്റെ കാറുണ്ട്, അതിൽ കീയുമുണ്ട്. പാട്രിക് രാത്രി കാലങ്ങളിൽ ½ an hour അൺകോൺഷ്യസായി വീഴാറുണ്ട്. അതിനുശേഷം ഒരു ½ an hour അവൻ സൂര്യയായിട്ടാണ് എഴുന്നേൽക്കാറ്. ആ സമയത്ത് നീ പറഞ്ഞു വിശ്വസിപ്പിക്കണം സൂര്യയെ നീ വിട്ടു പോയിട്ടില്ലാന്ന്. അവനെ ഇപ്പോഴും ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇതൊക്കെ എങ്ങനെ? അതും ആ പാട്രിക്കിനെ വെച്ച്. കഴിഞ്ഞില്ലേ നിങ്ങളുടെ കുശലം പറയാൻ? ഇത്രയധികം പറയാൻ എന്തിരിക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും? എന്നിൽ നിന്നും രക്ഷപ്പെടുക എന്നാണെങ്കിൽ അതൊരിക്കലും നടക്കില്ല ലയ. ലയ, ഞാൻ പോകുന്നു. ഇനിയുള്ളതെല്ലാം നിന്റെ കയ്യിലാണ്. ബി കെയർഫുൾ. ഗുഡ് നൈറ്റ് ചേച്ചി. പോകുമ്പോ ആ കഥ കിടക്കാൻ മറക്കണ്ട. ലയ, ആർ യു റെഡി? ഇവിടേക്ക് വാ ലയ. വന്ന് എന്റെ മടി വന്ന് ഇരിക്കില്ലയ. പെട്ടെന്ന് വേണം. പാട്രിക്, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. എനിക്കൊന്ന് ഫ്രഷ് ആവാനും. ഇത് എന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്ലാൻ ആണെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കില്ലയ. അല്ലാത്ത പക്ഷം പോയി പെട്ടെന്ന് വാ. താങ്ക് യു പാട്രിക്. പെട്ടെന്ന് വേണമല്ലയോ? ഞാനിനി എങ്ങനെ പുറത്തു പോകും? Thank God. Patrick. That was nice attempt. I like it, Leia. ഓടാതെ ലയ, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. പാട്രിക്, വിടനെ. എന്റെ ലൈക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഐ ലൈക്ക് ഇറ്റ്. ഇട്ടേക്കാം. മാം, ആർ യു ഓക്കെ? മാം എന്തിനാ ഇപ്പൊ കരയുന്നേ? ഐ കാണ്ട് ഹാൻഡിൽ ദ പ്രഷർ. വർഷത്രയായി ഞാൻ ഇതിന്റെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. മതിയായി എനിക്ക്. നോക്കൂ ഡോക്ടർ മാഡം, ഞാനറിഞ്ഞ ഹൃദയ കശ്യപിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അവളെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് മുഴുവൻ പോസിറ്റീവാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് തനിക്ക് തൻ്റെ 2 ബ്രദേഴ്സിനെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് നീ ഒരിക്കലും തൻ്റെ ഹോപ്പ് കൈവിടരുത്. കേട്ടോ ഡോക്ടർ മാഡം? യെസ്, ഐ കാൻ ഡു ദാറ്റ്. അങ്ങനെ പോസിറ്റീവായി വല്ലതും പറ മാഡം. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. അവൻ എന്നെ കൊല്ലില്ലേ? തന്നലയ അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്തതിന്റെ റീസൺ എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്തായാലും തന്നെ ഞാൻ സേഫായി വീട്ടിലെത്തിച്ചിരിക്കും. അതെന്റെ വാക്കാ. ലയാ, ലയാ, എന്റെ അടുത്തേക്ക് വരരുത് പാട്രിക്. വന്നാൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കെന്നെ പറയാൻ പറ്റില്ല.
പക്ഷേ എനിക്ക് ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന് എന്താ ചെയ്യാന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലയോ. മതിയാക്കില്ലയോ, കുറെ ആയി ഞാൻ ക്ഷമിക്കുന്നു. പണ്ട് ജേർണലിസ്റ്റായി അഭിനയിച്ച് തകർത്ത പോകത്തില്ലായിരുന്നു എന്റെ കൂടെ ഇങ്ങനെ ഒരു ദിവസം വേണ്ടി വരുന്നത്. ഞാൻ തയ്യാറാണ്, പക്ഷേ നിന്റെ കൂടെയല്ല, പാട്രിക്കിന്റെ കൂടെയല്ല, സൂര്യയുടെ കൂടെ. ഓക്കെ, സമ്മതം. നീ എന്നെ കുറച്ചു നേരം സൂര്യയായി കണക്കാക്ക്. രണ്ടായാലും ശരീരം ഒന്നല്ലേലയാ. നിന്നോട് തർക്കിച്ച് ജയിക്കാൻ ഞാനില്ല പാട്രിക്, മാറങ്ങോട്ട്. നിന്നെ വേദനിപ്പിച്ച് സ്വന്തമാക്കണ്ട എന്ന് കരുതിയിട്ടാ ഇത്രത്തോളം ഞാൻ വെയിറ്റ് ചെയ്തത്. പക്ഷേ നീ ഒരു നിലക്ക് ഒതുങ്ങുന്നില്ലെങ്കിൽ പിന്നെ അത് ചെയ്തല്ലേ പറ്റൂലയാ. വേണ്ട പാട്രിക്. ആ ഡോക്ടർ മാഡം, കരച്ചില് തുടങ്ങിയല്ലോ. താൻ കേൾക്കുന്നില്ലേ തന്റെ ചേച്ചിയുടെ കരച്ചില്? എന്റെ ചേച്ചി നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എന്റെ ചേച്ചിയെ രക്ഷിക്കും. ആബേൽ, നീ നോക്കിക്കോ. നീ എന്നെ 14-ാം ദിവസം തീർക്കുമെന്ന് പറഞ്ഞതല്ലേ അനു, തീർക്കുന്നില്ലേ? നീ എന്റെ സ്നേഹം ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ആബേൽ, എന്റെ ചേച്ചിയെ രക്ഷിക്കണമെങ്കിൽ നിന്നെ കൊല്ലണം എന്നാണെങ്കിൽ എനിക്കത് ചെയ്തേ പറ്റൂ. ദാറ്റ് ഈസ് പെർഫെക്റ്റ്. പക്ഷെ കൈ വിറക്കുന്നുണ്ടല്ലോ മാഡം. കത്തി പിടിച്ച ശീലമുള്ള കൈയാണല്ലോ, പിന്നെ എന്നാത്തിനാ ഇപ്പൊ കിടന്ന് വിറക്കുന്നേ? തനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടതോ എന്റെ സൂര്യ. നിനക്ക് മാത്രമാണ് അവനെ നഷ്ടപ്പെട്ടത്, എനിക്കും നഷ്ടപ്പെട്ടില്ലേ? അവനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അവനില്ലാതെ എനിക്കും പറ്റില്ല, എന്നെ മനസ്സിലാക്കാതെ. കിടന്ന് അഭിനയിക്കാതടി. എന്റെ സൂര്യയുടെ ശരീരം മാത്രമേ ഇപ്പൊ ഇവിടെ ബാക്കിയുള്ളൂ. പാട്രിക്കിന് ഞാൻ വെറും ഒരു ബോഡി ഗാർഡ് മാത്രമാണ്. എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ ഒരംശം തനിക്കും നഷ്ടപ്പെടണ്ടേ ഡോക്ടർ മാഡം? അബേൽ, നീ നോർമൽ അല്ല. എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീടെ ഞാൻ അടങ്ങടി. സംഭവിച്ചാൽ എന്നല്ല, സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ദാ അപ്പുറത്തെ മുറിയിൽ. ഓക്കെ മാഡം? അബേൽ, നീ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു. അബേൽ, മതിയാക്കാൻ പറ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എനിക്ക് ഇനി ഇങ്ങനെ സഹിക്കാൻ പറ്റില്ല. അബേൽ, നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. അബേൽ, 7 വർഷമായില്ലേ ഞാനിങ്ങനെ നിന്റെ പിന്നാലെ. നീ എത്രത്തോളം എന്നെ വേദനിപ്പിച്ചു. ഇനിയും നിനക്ക് വേണ്ടി എൻ്റെ കണ്ണിലൊഴുക്കാൻ കണ്ണുനീരില്ല. എൻ്റെ സൂര്യയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വിശ്വസിക്കില്ലായിരുന്നു. നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ല, അതെനിക്ക് ഉറപ്പാണ്. നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അതൊന്ന് പുറത്ത് കാട്ടിക്കൂടെ അബേൽ നിനക്ക്? ആര് പറഞ്ഞടി നിന്നെ എനിക്ക് കൊല്ലാൻ കഴിയില്ലെന്ന്? നീ പറഞ്ഞത് ശരിയാ, എനിക്ക് നിന്നെ കൊല്ലാൻ കഴിയത്തില്ല. കാരണം പണ്ട് നീ എനിക്ക് ആരൊക്കെയായിരുന്നു? നിനക്ക് എങ്ങനെ തോന്നിയടി എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സൂര്യയാണ്. അവൻ എന്നെ ചേട്ടനായി ഒന്ന് കണ്ടാ മതി എനിക്ക്. ഓ, ഞാൻ ഇത്തിരി ഇമോഷണൽ ആയിപ്പോയി. സോറി. തന്റെ ചേച്ചിയുടെ കരച്ചിലാണല്ലോ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിപ്പോ കേൾക്കുമ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട് എനിക്ക്. അബേൽ, നീ എന്താ ചെയ്യുന്നേ? എനിക്ക് ബോധമില്ലേ? ബോഡി മൊത്തം ഡ്രഗ്സ് ആയിട്ട് നടക്കവൻ. അബേൽ പ്ലീസ്, കുറച്ചുകൂടി നീ ഇവർക്ക് സമയം കൊടുക്കണം. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. എടുത്തോട്ടെ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എടുത്തോ. പക്ഷെ ലയ തിരിച്ചു തരത്തില്ല. എന്റെ പാട്രിക്കിന് അവളെയാണ് വേണ്ടതെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും. അതിന് തടസ്സം നിൽക്കുന്നവരെ പിന്നെ പറയണ്ടല്ലോ, ഞാൻ ഒഴിവാക്കിയിരിക്കും ഏത് വിധത്തിലും. അവൻ ഒരിക്കൽ കൂടി അൺകോൺഷ്യസ് ആയി വീണ് സൂര്യയായി എണീറ്റാൽ അപ്പോൾ ലയ പറഞ്ഞ് മനസ്സിലാക്കും അവള് വിട്ടെറിഞ്ഞ് പോയിട്ടില്ലെന്ന്. അതിനുശേഷം നീ അനുവിനോട് മറുപടി പറയണം. അവളെ ഇത്ര കാലം വേദനിപ്പിച്ചതിന് നീ മറുപടി പറയേണ്ടി വരും. അബേൽ, ചേച്ചി പെട്ടെന്ന് കൊണ്ടുപോയ എന്റെ സൂര്യയെ ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാ. ഇനി ഇവന്റെ ജീവിതത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ഇവനെ ഒന്ന് അറിയിക്കണം ഞാൻ ഇവനെ ഒരിക്കലും ചതിച്ചിട്ടില്ല എന്ന്. അതറിഞ്ഞാൽ ഞാൻ പോയി തരാം, അതുറപ്പാ. ഇനി അതിനെ അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നുവല്ലോ. പ്ലീസ് വെയിറ്റ്. പ്ലീസ് പറയുന്ന കേക്ക്. What the heck is going on? എനിക്കെന്താ സംഭവിക്കുന്നത്? Don't move, ലയ. ഇവിടുന്ന് പോകാതെ. I will back.
തനിക്കിതെന്തു പറ്റി? പാട്രിക് അൺകോൺഷ്യസ് ആയി. അതിനർത്ഥം ഇനി എഴുന്നേൽക്കുമ്പോൾ സൂര്യ ആയിരിക്കും. ഞാൻ ചേച്ചി വിളിക്കണം. ഹലോ ചേച്ചി, പെട്ടെന്ന് പോയോ? പാട്രിക് അൺകോൺഷ്യസ് ആയി. ലയ പേടിക്കാതെ, അവൻ ഹാഫ് ആൻ അവർ സൂര്യായിട്ടായിരിക്കും ഉണരുക. അപ്പൊ നീ പറഞ്ഞു മനസ്സിലാക്കണം, നീ അവനെ വിട്ടു പോയിട്ടില്ലെന്ന്. ഞാൻ എന്താ വരുന്നു, ഡോണ്ട് വെറി ലയ. 1 മിനിറ്റ് അബേൽ, ഇതിനെല്ലാം താൻ ഖേദിക്കാൻ പോവാ. അതെന്റെ വാക്കാ. ഓരോ നിമിഷവും നീ ചെയ്തു കൂട്ടിയതിനൊക്കെ നീ ഖേദിച്ചിരിക്കും. അവനെ ഞാൻ വിട്ടു പോയിട്ടില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്നോ? പക്ഷെ എങ്ങനെ? ഞാൻ അവനെ ഒരിക്കൽ ചതിച്ചതല്ലേ. ഇനി ഞാൻ അവനോട് എന്ത് പറയും? എന്താ തനക്കൊക്കെ ആകപ്പാടെ ഒരു കനം. നീ എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ നിന്നോട് ഒരു സോറി പറയാൻ വേണ്ടി. സോറിയോ? അതിന്റെ ആവശ്യമില്ല ലയ. പണ്ട് നിന്റെ അച്ഛനും ഇതുപോലെ തന്നെയാണ് ഞങ്ങളോട് ചെയ്തത്. ഞാൻ അതുകൊണ്ടൊന്നും പഠിച്ചില്ല. നിന്നെ വീണ്ടും വിശ്വസിച്ചു, നിന്നെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ നീ അങ്ങനെയല്ലായിരുന്നു. ആപർഹിക്കാത്ത തെറ്റ എന്റെ അച്ഛൻ നിങ്ങളോട് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ നിന്നോടും. നീ എന്നോട് ക്ഷമിക്കണം. ഐ എം സോറി. അത് പറയാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. I'm deeply, madly in love with you, സൂര്യ. നീ എന്നോട് ഒന്ന് ക്ഷമിച്ചൂടെ? നിനക്കെന്തെങ്കിലും പുതിയ ആർട്ടിക്കിളുള്ള കാര്യം കിട്ടാനാണ് നീ ഇപ്പോൾ വന്നതെങ്കിൽ നിനക്ക് പോകാം ലയ. എനിക്ക് വീണ്ടും താങ്ങാനുള്ള ശേഷിയില്ല. എനിക്ക് എൻ്റെ അമ്മയുടെ മനസ്സാ. അങ്ങനെയൊന്നും താങ്ങാൻ പറ്റത്തില്ല. പ്ലീസ്, നീ ഇനിയും എൻ്റെ അടുത്ത് നാടകം ഇറക്കരുത്. എന്നെ കൊണ്ട് വയ്യ ഇനി. ഇല്ല സൂര്യ, ഞാൻ കള്ളം പറയല്ല. I love you and I want you. I want to live with you. Please, എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാനിത് അഭിനയിക്കുകയല്ല. എന്നെ മനസ്സിലാക്ക് സൂര്യ. കരയാതെ ലയ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ തന്നെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ ഇപ്പൊ ഇവിടെ ആരല്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാ. Can I ask you something? Shall we dance together? Dance? I'm ready. ഈശ്വര, എന്റെ സൂര്യ ഇനി എത്ര മിനിറ്റ് എന്റെ കൺമുന്നിൽ കാണും? എന്തായാലും ഞാൻ അവനോട് സോറി പറഞ്ഞല്ലോ, അത് മതി. ഞാൻ ചെയ്ത തെറ്റവൻ ക്ഷമിച്ചല്ലോ, അത്ര മതി എനിക്ക്. Then come Leia, let's start. ഡോക്ടർ, 1 മിനിറ്റ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് ചെയ്യാനാ മാം ഉദ്ദേശിക്കുന്നത്? ഞാൻ സൂര്യ എന്ന അവന്റെ മെയിൻ ക്യാരക്ടറെ കൊണ്ടുവരാൻ പോവാ. ബട്ട് ഹൗ? ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡറുള്ള ഒരാൾക്ക് ഒരിക്കലും മെമ്മറി ഹാക്കിംഗ് അല്ലാതെ മറ്റൊരു മാർഗമില്ല. ഞാൻ ഒരിക്കൽ അവനെ ഹിപ്നോട്ടിസ് ചെയ്യാൻ നോക്കിയതാ, പക്ഷെ ഫലിച്ചില്ല. സൂര്യ എന്ന അവന്റെ മെയിൻ കഥാപാത്രത്തെ ലയ വിട്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും അവന്റെ ആ കോൺഷ്യസ് മൈൻഡ് പോകുന്നതിന് മുന്നേ അവനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അത് എങ്ങനെയെന്നല്ലേ ഇനി എനിക്കറിയണ്ടേ? അതാണ് മെമ്മറി ഹാക്കിംഗ്. മെമ്മറി ഹാക്കിംഗ് മീൻസ് നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്ക് ചെയ്യുന്നത് പോലെ തന്നെ മനുഷ്യന്റെ തലച്ചോറ് നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ ചേർത്ത് വെക്കാനും ചില കാര്യങ്ങൾ മായ്ച്ചു കളയാനും എന്നെ കൊണ്ട് പറ്റും. അതിൽ ഒരു മ്യൂസിക്കിന്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ തിരിച്ചിട്ടോ ഞാനത് ചെയ്തെടുക്കും. പക്ഷെ ഈ അരമണിക്കൂറിനുള്ളിൽ അവന്റെ നോർമൽ ആയിട്ടുള്ള കഥാപാത്രം ഇപ്പോഴും ലയെ സ്നേഹിച്ചിരിക്കണം. ഇല്ലാത്ത പക്ഷം അത് നടക്കില്ല. ഓർമ്മകൾ മായ്ച്ചു കളയുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അച്ഛനെ കൊന്നതും എല്ലാം മായ്ച്ചു കളയാനാണോ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഏയ്, ആ ഓർമ്മകൾ ഞാൻ ഒരിക്കലും അവനിൽ നിന്ന് മായ്ച്ചു കളയില്ല. അത് നടന്നു കഴിഞ്ഞ സംഭവമാണ്. അത് നമുക്ക് തിരുത്താൻ പറ്റില്ല. പക്ഷെ ലയയുടെ കാര്യം അത് നമുക്ക് ഇപ്പോൾ തിരുത്താൻ പറ്റും. കാരണം അവളിപ്പോൾ അവനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ അച്ഛൻ മരിച്ചു എന്നുള്ള കാര്യം അവൻ്റെ മെയിൻ കഥാപാത്രം തരണം ചെയ്തേ പറ്റും. അതവനെ കൊണ്ട് പറ്റും. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ഈ കുറഞ്ഞ സമയം മാത്രമാണ്. வந்து நீ பிறந்த என் புத்திக்குள்ள தீப்பொறிய நீ விதைச்ச அடி தேக்கு மர காடு பெருசுரா சின்ன தீக்குச்சி ஒசரா சிறுசுரா அடி தேக்கு மர காடு பெருசுரா சின்ன தீக்குச்சி ஒசரா சிறுசுரா ஒரு தீக்குச்சி விழுந்து துடிக்குதடி கருந்தைக்கு மர காடு வழிக்குதடி
ലയ, നിനക്ക് ഉറപ്പ് തന്നൂടെ ഇനി ഒരിക്കലും എന്നെ വിട്ടു പോകില്ല എന്ന്? നിന്റെ അച്ഛൻ ചെയ്ത പോലെ ഒരിക്കലും നീ ഇനി ചെയ്യില്ല എന്ന്. സൂര്യ, നിന്നെ ഒരിക്കലും ഞാൻ വിട്ടുപോകില്ല. പക്ഷെ പാട്രിക്, അത് പാട്രിക്, ആ പേര് അതാരാ? സൂര്യ, ആ ഹായ് ചേച്ചി. കുറെ ടാബ്ലറ്റ് എന്റെ മേശപ്പുറത്ത് വെച്ചങ്ങ് പോകും, പിന്നെ ആളെ കാണത്തില്ല. അല്ല, ആബേലെവിടെ? അവൻ ഓക്കെ ആയില്ലേ പോയും? അവനോടെല്ലാം മറക്കാൻ പറ. ചില തെറ്റുകള് എന്തായാലും ആർക്കെങ്കിലും പറ്റും. അനുവിനോട് അവന് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ ചേച്ചി? ലയ തിരിച്ചു വന്നു ചേച്ചി. ഇല്ല, ആബേലിന് എന്നോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ സൂര്യ നിന്നോട്. അതിപ്പോ ചോദിക്കാനുണ്ടോ? പറ ചേച്ചി. ചേച്ചി, സൂര്യക്കൊരു പാട്ട് കേൾപ്പിക്കട്ടെ. സൂര്യ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പാട്ട് പരിചയമുണ്ടോന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ? ചേച്ചി, എനിക്ക് ഉറക്കം വരുന്നു. സൂര്യ, നീ ഉറങ്ങിക്കോ. നീ സൂര്യയാണ്. ഉണരുമ്പോഴും സൂര്യ തന്നെയായിരിക്കും. ഒരുപാട് പേര് സ്നേഹിക്കാനും ഒരുപാട് പേര് തന്നെ വിശ്വസിക്കാനുമുള്ള സൂര്യ. നിന്നെ എന്നെ വിട്ടു പോയിട്ടില്ല. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ ആബേൽ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ അനു കാത്തിരിക്കുന്നുണ്ട്. സൂര്യ, നീ തന്നെ തിരിച്ചു വരേണ്ടതാണ്. സൂര്യ, ആബേലിനെ വിട്ട് നിനക്ക് എങ്ങനെ മറയാൻ തോന്നുന്നു? അവന് നീ ഇല്ലാതെ പറ്റില്ലടാ. നീ മടങ്ങി വാ. പാട്രിക്കിന് അവൻ ആരുമല്ല, നിന്നെയാണ് അവന് വേണ്ടത്. വാ സൂര്യ. പിന്നെ ലയ, അവൾ ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല. നിന്റെ കൂടെ തന്നെയുണ്ട്. അവളുടെ കൂടെ നിനക്ക് ഒരുമിച്ച് ഒത്തിരി ഡാൻസ് കളിക്കാനുള്ളതല്ലേ സൂര്യ? നീ മറന്ന് പാട്രിക്കായി തിരിച്ചു വന്ന അവൾക്ക് പേടിയായിരിക്കും സൂര്യ. ഇവരുടെ കാര്യമൊക്കെ പോകട്ടെ. നീ നിന്റെ വേദനകളിൽ നിന്ന് ഒളിച്ചോടാൻ പാട്രിക്കായി മാറിയപ്പോൾ ഒരുത്തിയുണ്ട് ഇവിടെ. 7 വർഷമായി നിനക്ക് വേണ്ടി എത്രത്തോളം അവളെ തന്നെ വേദനിപ്പിച്ചെന്നറിയോ? അവൾക്ക് വേണ്ടിയെങ്കിലും ഒന്ന് തിരിച്ചു വാ സൂര്യ. നീ പതിയെ തിരിച്ചുണരുകയാണ് സൂര്യ. പാട്രിക് ആയിട്ടല്ല, സൂര്യ ആയിട്ട് തന്നെ. പാട്രിക്കിന് ഇവിടെ ആരുടെയും മനസ്സിൽ സ്ഥാനമില്ല. സൂര്യ, കേൾക്കാം. ഇപ്പൊ ആരായിട്ടായിരിക്കും അവനുള്ളൊരു? അവന്റെ മെമ്മറിയിൽ നിന്നും ലയ അവനെ ചതിച്ച കാര്യം ഞാൻ എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ ഉണരുന്നെങ്കിൽ അത് സൂര്യയായിട്ടായിരിക്കും. പാട്രിക് ആയിട്ടാണെങ്കിൽ പിന്നെ എനിക്ക് ഇനി ഇവിടെ ഒരു ചാൻസ് ഇല്ല. ഇതെന്റെ ലാസ്റ്റ് ശ്രമമായിരുന്നു. അനു, ആ ബെല്ലം കൂട്ടി ഇവിടേക്ക് വാ. ചേച്ചി, സൂര്യ അവൻ വന്നോ ചേച്ചി? ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തെ? പറ. ജസ്റ്റ് വെയിറ്റ് അനു. സൂര്യ, നിന്നെ ഇവരൊക്കെ കാത്തിരിക്കുന്നു. വേക്ക് അപ്പ് ആൻഡ് ടെൽ മീ, ഹു ആർ യു? സൂര്യ. സൂര്യ, നീ എന്നെ വിട്ട് എങ്ങോട്ടും പോകാത്തതാണല്ലോ. നീ എന്റെ കൂടെ അല്ലാതെ എങ്ങോട്ടും പോകാത്തതാണല്ലോടാ. എന്ത് പറ്റിയടാ ഇത്ര കാലം എന്നെ നിന്ന് ഓടി വിളിക്കാൻ? ഞാനായിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. ഞാനായിട്ട് നിന്നെ വിഷമിപ്പിച്ചിട്ടില്ലല്ലോ സൂര്യ. അനു, നീ എന്തിനാ ഈ കരയുന്നേ? ഇവക്ക് എന്ത് പറ്റി ചേച്ചി? ചേച്ചിയുടെ കയ്യിൽ വല്ല ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ എടുത്ത് കൊടുത്ത്. ഇവിടെ കിടന്ന് കരയുന്ന കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു. എന്ത് പറ്റിയടി? ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ട് പോകാൻ? നീ എന്തൊക്കെ പിച്ചും പറയായി പറയുന്നേ? ഇനിയിപ്പോ ഞാൻ തന്നെ വിട്ടുപോയാലും നിനക്ക് എന്നെ വേണ്ടല്ലോ. പണ്ട് എങ്ങനെയായിരുന്നു? ചക്കരയടേ പോലെയായിരുന്നു. ഇപ്പോ അവനെ കിട്ടിയപ്പോ നിനക്ക് എന്നെ വേണ്ടല്ലോ. ഇനിയിപ്പോ ഞാനില്ലെങ്കിലും അവൻ ഉണ്ടാവില്ലേ നിന്റെ കൂടെ? ഏയ് ഇല്ലടാ, നിന്നോളെ എന്നെ മനസ്സിലാക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആർക്കും. കരയാതടി. എന്നാത്തിനാ നീ കരയുന്നത്? നീയല്ലല്ലോ തെറ്റ് ചെയ്തത്, എന്റെ അച്ഛനല്ലേ. നീ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയത്തില്ലേ? ഇടിച്ചിരിക്കടി, ഇടിച്ചിരുത്താൻ. സൂര്യ, ഇവളോട് നീ ഇത്ര എളുപ്പം പൊറുത്തോ? പൊറുക്കാനോ? അതിന് ഇവളെന്ത് തെറ്റ് ചെയ്തു? അന്ന് എന്റെ കൺമുന്നിൽ വെച്ച് എല്ലാരെയും നഷ്ടപ്പെട്ടപ്പോ ഇവളെ കൂടി നഷ്ടപ്പെടുമെന്ന് കരുതിയത്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളായിരുന്നു അന്ന് ഞാൻ ആ ക്യാമറ കണ്ണിലൂടെ കണ്ടത്. എനിക്ക് ഇവളെ കിട്ടിയല്ലോ. നീ എന്താ ഈ പറഞ്ഞു തുടങ്ങിയത് ആബേൽ? നീ ഇതുവരെ അവള് ചതിക്കെന്നായിരുന്നോ വിശ്വസിച്ചിരുന്നത്?
അല്ല സൂര്യ, അത് പിന്നെ സൂര്യ, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്ക്. നിനക്ക് എല്ലാം ഒരു കഥ പോലെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ടാബ്ലറ്റ് ഒന്നും കഴിക്കാൻ മറക്കരുതേ. ഞാൻ പോട്ടടാ, പിന്നെ കാണാം. അനു, അനു, നീ എന്നോട് വേണ്ട ആബേൽ, മതി. പണ്ട് നീ ഒരു ടെസ്റ്റ് നടത്തിയിരുന്നല്ലോ, മിസ്സിസ് ആബേൽ ആവാനുള്ള ടെസ്റ്റ്. അന്ന് അതിൽ പാസ്സായെങ്കിലും ഇപ്പൊ ഞാൻ അതിൽ തോറ്റുപോയിട്ടുണ്ട് ആബേൽ. ഇനി ഒന്നും വേണ്ട. എനിക്കെന്റെ സൂര്യ വന്നല്ലോ, നീ അറിഞ്ഞല്ലോ, അത്ര മാത്രം മതി. ഞാൻ വരട്ടെ. നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ആബേൽ. 7 വർഷമായില്ലേ ഞാനിങ്ങനെ നിന്റെ പിന്നാലെ. നീ എത്രത്തോളം എന്നെ വേദനിപ്പിച്ചു. ഇനിയും നിനക്ക് വേണ്ടി എന്റെ കണ്ണിലൊഴുക്കാൻ കണ്ണുനീരില്ല. എന്റെ സൂര്യയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വിശ്വസിക്കില്ല. ആബേൽ, നിന്നോടാ ചോദിക്കുന്നത്, നീ എന്താ ഇതുവരെ കരുതിയിരുന്നത്? ഇറ്റ്സ് ഓക്കെ സൂര്യ, എന്തായാലും ഇറ്റ്സ് ടു ലേറ്റ്. ഓക്കെ, ബൈ സൂര്യ, ബൈ എവരിവൺ.